അപ്പം ഞങ്ങളിന്ന് ഒരു കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വീട്ടിലൊന്നും ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്ന് കടയിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചോറാണ് വാങ്ങിയത്. ഊണാണ് ഇഷ്ടം, അതുകൊണ്ട് ഊണ് കഴിക്കാനും. അപ്പോൾ ഒരു സലാഡ് പോലെ ഒരു മുളക് ചാറിച്ചത്, അച്ചാറ്, അവിയൽ. ഇത് ബീറ്റ്റൂട്ടായിരുന്നു ഞാൻ കഴിച്ച് തീർന്നു കേട്ടോ. പിന്നെ മീൻ വറുത്തത് അത് ഞാൻ കുറച്ച് പൊളിച്ച് കഴിച്ചു. ചോറ് വേണം, കുറച്ചിട്ടാൽ മതി കേട്ടോ, കുറച്ചിട്ടാൽ മതി. ഇച്ചിരി സാമ്പാർ ഒഴിച്ചത്. അപ്പോൾ സാമ്പാറും ചോറും നല്ല ഒരു കോമ്പിനേഷനാണ്. കുറേ നാളായി സാമ്പാറും ചോറും കൂടെ കഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് സാമ്പാറും ചോറും കഴിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ വന്ന് വിളമ്പിത്തരികയാണ്. അപ്പം ഞങ്ങളിന്ന് അടിച്ചു പൊളിച്ചൊന്ന് ഊണൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് ആലപ്പുഴയിലോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ ഒരാൾ ബിരിയാണിയാണ് കഴിക്കുന്നത്. അപ്പോൾ ചോറ് വേണ്ട, ബിരിയാണി കഴിയുന്നത് ബീഫ് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബിരിയാണി കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ബീഫ് ബിരിയാണി കഴിച്ചു. ഞാൻ ചോറും കഴിച്ചു. ഓക്കെ. അപ്പം ഞങ്ങളിന്ന് ഒരു കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വീട്ടിലൊന്നും ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്ന് കടയിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചോറാണ് വാങ്ങിയത്. ഊണാണ് ഇഷ്ടം, അതുകൊണ്ട് ഊണ് കഴിക്കാനും. അപ്പോൾ ഒരു സലാഡ് പോലെ ഒരു മുളക് ചാറിച്ചത്, അച്ചാറ്, അവിയൽ. ഇത് ബീറ്റ്റൂട്ടായിരുന്നു ഞാൻ കഴിച്ച് തീർന്നു കേട്ടോ. പിന്നെ മീൻ വറുത്തത് അത് ഞാൻ കുറച്ച് പൊളിച്ച് കഴിച്ചു. ചോറ് വേണം, കുറച്ചിട്ടാൽ മതി കേട്ടോ, കുറച്ചിട്ടാൽ മതി. ഇച്ചിരി സാമ്പാർ ഒഴിച്ചത്. അപ്പോൾ സാമ്പാറും ചോറും നല്ല ഒരു കോമ്പിനേഷനാണ്. കുറേ നാളായി സാമ്പാറും ചോറും കൂടെ കഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് സാമ്പാറും ചോറും കഴിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ വന്ന് വിളമ്പിത്തരികയാണ്. അപ്പം ഞങ്ങളിന്ന് അടിച്ചു പൊളിച്ചൊന്ന് ഊണൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് ആലപ്പുഴയിലോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ ഒരാൾ ബിരിയാണിയാണ് കഴിക്കുന്നത്. അപ്പോൾ ചോറ് വേണ്ട, ബിരിയാണി കഴിയുന്നത് ബീഫ് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബിരിയാണി കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ബീഫ് ബിരിയാണി കഴിച്ചു. ഞാൻ ചോറും കഴിച്ചു. ഓക്കെ.